ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കേരള ഗതാഗത മന്ത്രി കെ.പി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ശബരിമല അയ്യപ്പന്മാരോടുള്ള വെല്ലുവിളിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.ആർ. രാജശേഖരൻ പറഞ്ഞു. കേരളത്തോട് കളിച്ചാൽ തമിഴ് അയ്യപ്പന്മാരുടെ തീർത്ഥാടനത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മന്ത്രി ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ശബരിമലയിൽ എത്തുന്നവരിൽ തമിഴനെന്നോ മലയാളിയെന്നോ തെലുങ്കനെന്നോ വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസ്താവന മുഴുവൻ ഹൈന്ദവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഹൈന്ദവ സമൂഹത്തോട് മന്ത്രി മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തെയും അവിടുത്തെ ആചാരങ്ങളെയും തീർത്ഥാടകരുടെ വരവിനെയും തീർത്ഥാടനത്തെയും എക്കാലവും വിവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് എക്കാലത്തും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും വിശേഷിച്ച ഇടതുപക്ഷ സർക്കാരുമാണ്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി കേരള സർക്കാർ സമർപ്പിച്ച ഒരു ഹർജി തള്ളിക്കളഞ്ഞത്. സർക്കാരിനെ നാം ആലോചിച്ച് നോക്കണം. സർക്കാരിൻ്റെ ആവശ്യം എന്താണ്? ശബരിമലയെ എക്കാലവും തകർത്ത് തരിപ്പണമാക്കുക. ഒരു കാലഘട്ടത്തിൽ നാം ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടി ഇത്രയധികം അയ്യപ്പ ഭക്തന്മാരെ എത്തുന്ന ഒരു തീർത്ഥാടനം ലോകത്ത് തന്നെ മറ്റുണ്ടാകുമോ എന്ന് സംശയമാണ്. ഈ കുറഞ്ഞ തീർത്ഥാടനം എന്ത് യാതനകൾ സഹിച്ച് വേദനകൾ സഹിച്ച് അയ്യപ്പ ഭക്തന്മാർ എല്ലാ ദിക്കിൽ നിന്നും എത്തുകയാണ്. കണക്കനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ എത്തുമ്പോൾ ഒരു ദിക്കിലും അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ തീർത്ഥാടന വേളയിലെ തീർത്ഥാടന പാതയിലെ യാതൊരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാത്ത ഒരു സാഹചര്യമാണെന്ന് നിലനിൽക്കുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ സവിശേഷങ്ങളാൽ സമ്പന്നമാണ് ആ ക്ഷേത്രം. നാം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയേറെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച ഒരു ക്ഷേത്ര സന്നിധാനം ലോകത്ത് മറ്റൊരു ദിക്കിലും കാണാൻ കഴിയില്ല. ശബരിമല ക്ഷേത്രത്തെ കാനന ക്ഷേത്രമായിരുന്നു. ആ കാനന ക്ഷേത്രത്തെ ഇന്ന് കോൺക്രീറ്റ് സൗധങ്ങളുടെ നടുവിലുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റിയത് വാസ്തവത്തിൽ ദേവസ്വം ബോർഡും സർക്കാരുമാണ്. അതിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചിന്തനീയമാണ് ആ വസ്തുത. നാം ആലോചിച്ച് നോക്കണം. ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചു. ശ്രീകോവിലിൻ്റെ വാതിലുകൾ വെട്ടിപ്പൊളിച്ച് ഭഗവാന്റെ വിഗ്രഹം തട്ടിത്തകർത്ത് ഗളച്ഛേദം വരുത്തിയ നിലയിലായിരുന്നു. അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം സർക്കാരിൻ്റെ മേശപ്പുറത്ത് വെച്ചു എങ്കിൽ ആ റിപ്പോർട്ട് ബഹുജന സമക്ഷം പ്രദർശിപ്പിക്കാൻ സർക്കാർ തയ്യാറായോ? ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായോ? ആ കേസിലെ കുറ്റവാളികളെ ആരെയെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും പോലീസ് ചോദ്യം ചെയ്യുകയോ അവരുടെ മേലിൽ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? യാതൊന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ്? അത് ശബരിമല അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമായതുകൊണ്ട്, അത് ഹിന്ദുവിൻ്റെ ആരാധനാ കേന്ദ്രമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചനം നിലനിൽക്കുന്നത്. നമുക്കറിയാം, അതിനുശേഷം 1983 മാർച്ച് മാസം 23 അവിടെ മുണ്ടക്കയത്ത് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ തൊഴുത്തിൽ സൂക്ഷിച്ചിരുന്ന കുരിശ് അവിടെ നിന്ന് കൊണ്ടുപോയി നിലയ്ക്കൽ മഹാദേവനെ തകർത്ത് പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തെയും അതേപോലെ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും വിഗ്രഹങ്ങൾ തല്ലിത്തകർത്ത് ആ കുരിശ് അവിടെ സ്ഥാപിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നടങ്കം കേരള നിയമസഭയിലെ മുഴുവൻ MLA-മാരും അതിനെ ന്യായീകരിച്ച രംഗമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. നിലയ്ക്കൽ മഹാദേവനെ തകർത്തതിൽ അവർക്ക് വേദനയില്ല. പള്ളിയറക്കാവ് ഭഗവതിയുടെ ക്ഷേത്രം തകർത്തതിൽ അവർക്ക് വേദനയില്ല. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും വിഗ്രഹങ്ങൾ തകർത്തതിൽ അവർക്ക് വേദനയില്ല. നാം ആലോചിച്ച് നോക്കണം. വാസ്തവത്തിൽ ഹിന്ദുക്കൾ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ നിലയ്ക്കൽ മഹാദേവൻ്റെയും ശബരിമലയുടെയും മോചനത്തിന് വേണ്ടി ശ്രമിച്ച ഒരു പാരമ്പര്യമാണുള്ളത്. അങ്ങനെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും 2006 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മറ്റ് സെമിറ്റിക് മതങ്ങളിൽ നിന്നും വിഭിന്നമായി ഹൈന്ദവ ധർമ്മത്തിൽ അത് നീചവും നിന്ദ്യവും ക്രൂരവും പൈശാചികവുമായ അനേകം ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ നിലനിൽക്കുന്നു എന്നതായിരുന്നു. എന്താണ് എന്ന് പറയാൻ ഇക്കൂട്ടർ തയ്യാറായോ? എന്ത് അനാചാരമാണ് നിലനിൽക്കുന്നത്? അങ്ങനെ അനാചാരങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ അതിന് ഹൈന്ദവ ധർമ്മത്തിൽ ആചാര്യന്മാരുണ്ട്. ആചാര്യന്മാർ അതിനു വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊള്ളും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പറയാൻ എന്താണ് അർഹതയുള്ളത്?
എന്താണ് അർഹതയുള്ളത്? സർക്കാരിന് ഇത് പറയാനുള്ള അർഹത എന്താണുള്ളത്? മറ്റ് വിഭാഗങ്ങളിൽ, മറ്റു മതങ്ങളിൽ ദുരാചാരങ്ങളില്ലേ, അനാചാരങ്ങളില്ലേ? ഹിന്ദു മതത്തിൽ മാത്രമേ ഇത്തരം അനാചാരങ്ങളുള്ളൂ? ഇതൊക്കെ തന്നെ ചിന്തനീയമായ വിഷയങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ നാം വിലയിരുത്തേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ശബരിമലയെ മൂടോടെ തകർക്കുവാൻ. ശബരിമലയെ മൂടോടെ തകർക്കുവാൻ അവർ പറയുന്നതാണ്, പന്തളം രാജകുടുംബത്തിന് ഭഗവാന്റെ തിരുവാഭരണങ്ങളിൽ അവകാശമില്ല പോലും. പിന്നെ ആർക്കാണ് അവകാശം? പിണറായി വിജയനോ? നാം ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. പിണറായി വിജയനാണോ അവകാശം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ? ആർക്കാണ് അവകാശം? നാം ഒന്ന് ആലോചിക്കണം. ബ്രഹ്മാണ്ഡ പുരാണത്തെ അയോധ്യ വിഷയത്തിൽ എപ്രകാരമാണോ ശ്രീരാമ ജന്മഭൂമി വിഷയത്തിൽ സുപ്രീം കോടതി സ്കന്ദപുരാണത്തെ പ്രാധാന്യത്തോടുകൂടി കേസിൻ്റെ തെളിവുകളായി കണക്കിലെടുത്തത്, അതേപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കേരളീയ മാഹാത്മ്യം വിശദീകരിക്കുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന ഭാഗത്ത് ശബരിമലയുടെ പഴമ, ശബരിമലയുടെ ഐതിഹ്യം, ശബരിമലയുടെ എല്ലാ സംവിധാനങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തലിലാണ് അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ച്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടെ പറയുന്നത്. ഏത് രീതിയിലാണ് തീർത്ഥാടനം നടത്തേണ്ടത്? ആ തീർത്ഥാടന കാലഘട്ടത്തിൽ ഭഗവാൻ ഓടിക്കളിച്ച, ഭഗവാന് ആ കുടുംബം, പന്തളം രാജകുടുംബം തയ്യാറാക്കിയ തിരുവാഭരണങ്ങൾക്ക് അവർക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ, ആ പന്തളം രാജവംശത്തെ അപമാനിച്ച് അധിക്ഷേപിച്ച് പൊതുജന സമക്ഷം ആരുമല്ലാതാക്കി തീർത്തിട്ട് ഇതൊക്കെ അവർക്ക് കൊള്ളയടിക്കാൻ, സർക്കാരിന് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരിന് കൊള്ളയടിക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. ഇത്തരം പൊതു താല്പര്യ ഹർജികളിലൂടെ കോടതിയെ കൊണ്ട് വിധി പറയിപ്പിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി. ഒരുപക്ഷെ ഇന്നും പന്തളം രാജകുടുംബം ആ രാജപ്രതിനിധി കൂടെ ഇതിൻ്റെ കൂടെ പോയിരുന്നില്ല എങ്കിൽ ഇവന്മാരിത് അടിച്ചു മാറ്റും എന്നതിന് രണ്ടു പക്ഷമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു ചിട്ടവട്ടത്തോടു കൂടി തന്നെ അത് നിലനിർത്തിയേ മതിയാവുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നു, സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരവധി വിധികൾ കേരള ഹൈക്കോടതിയിൽ നിന്നും പുറപ്പെടുവിക്കുന്നത് ഹിന്ദുക്കൾക്ക് സാമാന്യ നീതി നിഷേധിക്കുന്ന തരത്തിലാണെങ്കിൽ ഈ വിഷയത്തിൽ വളരെ അനുകൂലമായ ഒരു വിധിയാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. സത്യസന്ധമായിട്ടുള്ള ഒരു വിധിയാണ് നമുക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കണം. തന്ത്രി കുടുംബത്തിന് അവകാശമില്ല പോലും. നാം ആലോചിച്ചു, ഒരു കാലഘട്ടത്തിൽ ശബരിമലയുടെ കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരായിരുന്നു. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നായിരുന്നുവെങ്കിൽ അവിടെ ശാന്തി കഴിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ എന്ന രാജകൊട്ടാരത്തിൽ മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വനത്തിൽ പോയി പൂജ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സമയത്താണ് വളരെ സന്തോഷത്തോടുകൂടി ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം ഏറ്റെടുത്തുകൊണ്ട് ചെങ്ങന്നൂരിൽ സ്ഥിരമാക്കിയ താഴമൺ മഠത്തിലെ തന്ത്രിമാര്, ആ തന്ത്രി കുടുംബം, അവരാണ് ശബരിമലയിലെ പൂജാതി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വാസ്തവത്തിൽ നിത്യപൂജ പോലും ആ കുടുംബത്തെ ഏൽപ്പിക്കണം. ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആ തന്ത്രി കുടുംബത്തെയാണ് ഏൽപ്പിക്കേണ്ടതെന്നാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇതെല്ലാം എന്തെല്ലാം യാതനകൾ അനുഭവിച്ചാലും ശരി, മൂലകുടുംബ അവകാശത്തിൽ നിന്ന് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ആ കുടുംബത്തിന് ദക്ഷിണ കൊടുത്തുകൊണ്ട് ആ അവകാശം, ആ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ തലമുറകളായിട്ട് ചെയ്യുന്ന ആ താഴമൺ കുടുംബത്തിന് ശബരിമലയിൽ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കണം കോടതി എന്ന് ആവശ്യപ്പെടുന്ന പൊതു താല്പര്യ ഹർജി വാസ്തവത്തിൽ പുച്ഛിച്ച് തള്ളേണ്ടതാണ്. അതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർവഹിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടി അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി തിരുവാഭരണ പാത, ആ തിരുവാഭരണ പാത ഈ കേരള സംസ്ഥാനത്തെ സർക്കാരിലെ, കേരള സർക്കാരിലെ റവന്യൂ വിഭാഗവും പൊതുമരാമത്ത് വകുപ്പും അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. രാജകുടുംബം തയ്യാറാക്കിയിട്ടുള്ള രാജപാതയാകുന്നു തിരുവാഭരണ പാത. ആ തിരുവാഭരണ പാത മുഴുവൻ കയ്യേറി ഇന്ന് അവിടെ രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ മോചനത്തിന് വേണ്ടി അയ്യപ്പധർമ്മ വിശ്വാസികൾ, ആചാര സംരക്ഷണത്തിൻ്റെ ആളുകളടക്കം നിരവധി
കോടതി വ്യവഹാരങ്ങളിലൂടെ ഇന്ന് അതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അത് വൃത്തിയായി പരിശുദ്ധിയോടുകൂടി അത് സൂക്ഷിച്ചുകൊണ്ട് ആ തിരുവാഭരണ പാത സംരക്ഷിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും അങ്ങേയറ്റത്തെ അലംഭാവമാണ് കാണിച്ചിട്ടുള്ളത്. അലക്ഷ്യമായിട്ടാണ് ആ വിഷയത്തെ കണക്കിലെടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവണതകൾ ഇനിയെങ്കിലും ഈ വിവേചനപരമായിട്ടുള്ള ഹൈന്ദവ ധർമ്മത്തെയും ഹിന്ദുവിൻ്റെ മാനബിന്ദുക്കളെയും ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഹിന്ദുവിൻ്റെ ദേവീദേവന്മാരെയും അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അവമതിക്കുന്ന തരത്തിലുള്ള നടപടികൾ കോടതിയെങ്കിലും തിരിച്ചറിയണം. ഇതിന് ശക്തമായ തിരിച്ചടി കോടതികൾ കണ്ണു തുറന്ന് കാണണം. ഇതര മതവിഭാഗങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഹൈന്ദവ തീർത്ഥാടനത്തെയും ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളെയും നശിപ്പിക്കുന്ന നടപടികൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം മാത്രമാണ് ഈ വിധിയുടെ ഇവർക്ക് ഈ ഹർജിക്കാരൻ്റെ ആവശ്യത്തെ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കേരള സർക്കാർ ഇനിയെങ്കിലും ഈ ഹിന്ദുവിരുദ്ധമായ നിലപാട് മാറ്റണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. നമസ്കാരം.